അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മരിക്കുന്നതിന് മുമ്പ് രണ്ടാമത്തെ ഖലീഫയായി തിരഞ്ഞെടുക്കാൻ അവിടുന്ന് തീരുമാനിച്ചു. പലരുടെയും പേരുകൾ കടന്നു വരികയാണ്, മനസ്സിന്റെ ഉള്ളിലേക്ക് പലരുടെയും പേര് കടന്നു വരികയാണ്. അവസാനം മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിന്റെ ഖലീഫയായി തിരഞ്ഞെടുക്കാൻ ആരെയാണ് കണ്ടെത്തിയതെന്നറിയുമോ? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ ഇസ്ലാമിന്റെ ഖലീഫയാക്കാൻ തീരുമാനിച്ചു. പക്ഷേ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ ചിന്തിക്കുകയാ, അല്ലാഹുവേ എനിക്ക് ഉമറിനെ വല്ലാത്ത പരിചയമില്ലല്ലോ, ഞാൻ സാധാരണ കാണുന്ന ആളാണ്. അതാ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ ചിന്തിക്കുകയാണ്, ഉമറിനെ പരസ്യമായി നോക്കുമ്പോൾ ഉമർ നല്ലവനാണ്, ഉമറിന്റെ സ്വഭാവം നല്ല സ്വഭാവമാണ്. എന്നാ രഹസ്യമായ ജീവിതത്തിൽ ഉമർ ആരാണെന്ന് എനിക്കറിയില്ലല്ലോ അല്ലാ. പരസ്യമായി നോക്കുമ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരു നല്ല മനുഷ്യനാണ്. എന്നാൽ രഹസ്യമായ ജീവിതത്തിൽ ഉമർ ആരാണെന്ന് എനിക്കറിയില്ലല്ലോ. ഇസ്ലാമിന്റെ ഖലീഫയായി തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഉമറിനെ കുറിച്ച് അറിയണമല്ലോ, ഉമറിന്റെ രഹസ്യ ജീവിതത്തെ കുറിച്ച് അറിയണമല്ലോ. അതിന് എന്താണ് ചെയ്തതെന്നറിയുമോ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരാരാണെന്ന് നോക്കുകയാ. ഉമർ തങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാരാ? പടച്ചവനെ, മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഉമർ തങ്ങളുടെ ഏറ്റവും അടുത്ത ഫ്രണ്ടാണ് ഉസ്മാൻ തങ്ങള്, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങള്. പടച്ചവനെ, കൂട്ടുകാരാണ് ഉസ്മാൻ തങ്ങളാണ് ഉമർ തങ്ങളുടെ കൂടെ നടക്കുന്നത്. അതുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ വിളിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഉസ്മാനേ, അതാ എന്റെ മരണമെടുത്തിരിക്കുകയാ, എനിക്ക് എന്റെ മരണമെടുത്തിരിക്കുകയാണ്, മരണത്തിന്റെ അടയാളങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയായി ഉമറിന്റെ പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് ഉമറിനെ പരസ്യമായിട്ടറിയാ, ഉമറിന് രഹസ്യമായി എനിക്കറിയില്ല. പക്ഷേ ഉമറിന്റെ കൂട്ടുകാരൻ നീയാണ് ഉസ്മാന്, ഏറ്റവും കൂടുതൽ കൂടെ നടക്കുന്നത് നീയാണ് ഉസ്മാന്. അതുകൊണ്ട് നിനക്ക് ഉമറിന്റെ എല്ലാ സ്വഭാവം നിനക്കറിയുമല്ലോ, ഉമറിന്റെ സ്വഭാവം നിനക്ക് നല്ലതുപോലെ അറിയുമല്ലോ, രഹസ്യവും പരസ്യവും നിനക്കറിയാൻ പറ്റുമല്ലോ. അതുകൊണ്ട് ഉസ്മാൻ തങ്ങളോട് പറയുകയാ, അഖ്ബിർനീ അൻ ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമറിന്റെ സ്വഭാവത്തെ കുറിച്ച് എനിക്കൊന്ന് പറഞ്ഞു തരുമോ? ഉമറിന്റെ സ്വഭാവത്തെ കുറിച്ച് എനിക്കൊന്ന് പറഞ്ഞു തരുമോ? ഉമർ തങ്ങളുടെ ഏറ്റവും കൂടുതൽ അടുത്ത കൂട്ടുകാരനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനോട് അവിടുന്ന് ചോദിക്കുകയാ, നിന്റെ കൂട്ടുകാരന്റെ രഹസ്യമായ ജീവിതം, നിന്റെ കൂട്ടുകാരനെ കുറിച്ച് നീ എന്താണ് പറയുന്നത്? പടച്ചവനെ, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? വല്ലാഹി ഇന്ന സരീറതഹു ഖൈറൻ മിൻ അലാനിയാ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുത്ത മറുപടിയാണ്, അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം, അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം. പടച്ചവനെ, എന്റെ ഉമറുണ്ടല്ലോ, രഹസ്യമായ ജീവിതത്തിലും അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന കൂട്ടുകാരനാ. ഉമർ തങ്ങൾക്ക് അല്ലാഹുവിനെ വല്ലാത്ത ഭയമാ, ഉമർ തങ്ങൾക്ക് അല്ലാഹുവിനെ വല്ലാത്ത ഭയമാ. എന്റെ കൂട്ടുകാരൻ നല്ലവനാണ്, എന്റെ കൂട്ടുകാരൻ പടച്ചവനെ പേടിയുള്ളവനാണ്. ധൈര്യമായിട്ട് ഇസ്ലാമിന്റെ ഖലീഫയായ ഉമറിനെ തെരഞ്ഞെടുക്കാ. ഞാനാണ് അവിടെ നിന്ന് പറയുന്നത്, ഞാൻ സർട്ടിഫിക്കറ്റ് തരികയാണ്. എന്റെ കൂട്ടുകാരന് വേണ്ടി ഞാൻ
സാക്ഷി പറയുകയാ, എന്റെ കൂട്ടുകാരനെ ഇസ്ലാമിന്റെ ഖലീഫയായി തിരഞ്ഞെടുക്കാ. പടച്ചവനെ തന്റെ ഫ്രണ്ടിന് വേണ്ടി അവിടെ നിന്ന് സാക്ഷി പറഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരാ, വകദാലിക ജഅൽനാകും ഉമ്മതൻ വസതൻ ലിതകൂനൂ ലിശുഹദാ അലന്നാസ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനാ പറയുന്നത്, നബി തങ്ങളാണ് പറയുന്നത്. എടോ, നീ മരിച്ചുപോയി കഴിഞ്ഞാൽ നീ നല്ലവനായിരുന്നു എന്ന് ഒന്നാമതായി പറയേണ്ടത് ആരാണെന്നറിയുമോ? നിന്റെ കൂടെ രാവും പകലും നടന്ന നിന്റെ കൂട്ടുകാരനുണ്ടല്ലോ, നിന്റെ ഫ്രണ്ട് ഉണ്ടല്ലോ, നിന്റെ ചങ്കുണ്ടല്ലോ, നിന്റെ കരളുണ്ടല്ലോ, നീ ബ്രോ എന്ന് വിളിക്കുന്നവനുണ്ടല്ലോ, നിന്റെ ആത്മാർത്ഥ സുഹൃത്ത് പറയണം നീ നല്ലവനായിരുന്നു എന്ന് നിന്റെ കൂട്ടുകാരൻ സാക്ഷി പറഞ്ഞ വജബത്തു ലഹുൽ ജന്ന, നിനക്ക് സ്വർഗം നിർബന്ധമായെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒന്ന്, നീ മരിക്കുമ്പോ നിന്റെ ആത്മാർത്ഥ സുഹൃത്ത് പറയണം നീ നല്ലവനായിരുന്നെന്ന്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാരണം കൂട്ടുകാരനായ എല്ലാ സ്വഭാവവും അറിയാം. നമ്മുടെ യഥാർത്ഥ സ്വഭാവം രഹസ്യവും പരസ്യവും നമ്മുടെ കൂട്ടുകാരന് നല്ലതുപോലെ അറിയാം. അപ്പം നമുക്ക് നല്ല ഒരു കൂട്ടുകാരനുണ്ടോ എന്ന് ഞാനും നിങ്ങളും ഒന്ന് സ്വന്തമായിട്ട് ചിന്തിക്കുക. നീ മരിച്ചുപോയാൽ നീ നല്ലവനായിരുന്നു എന്ന് സാക്ഷി പറയാൻ പറ്റിയ ഒരു ആത്മാർത്ഥ സുഹൃത്ത് നിനക്കുണ്ടോ? പെങ്ങളെ, നീ ചിന്തിക്ക്, അങ്ങനെ ഒരാളുണ്ടോ എന്ന്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം അങ്ങനെ ഒരു കൂട്ടുകാരനില്ലെന്ന്. നമ്മളെ കുറിച്ച് നല്ലത് പറയുന്ന ഒരു ഫ്രണ്ടില്ല എന്ന് നമുക്കറിയാം. കാരണം പടച്ചവനെ, എല്ലാ തോന്നിവാസികൾക്കും നമ്മുടെ കൂടെ നിൽക്കുന്നത് കൂട്ടുകാരനാ. ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, ചങ്ങാതി നന്നായ കണ്ണാടി വേണ്ടെന്ന്. പടച്ചവനെ, ചങ്ങാതി നല്ലവനായിരിക്കണം, നല്ല കൂട്ടുകാരനായിരിക്കണം. പക്ഷേ നമ്മുടെ കൂട്ടുകാരനാരാ? തെറ്റുകൾ തിരുത്തുന്നവനല്ല, പാപം ചെയ്യുമ്പോൾ പടച്ചവനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നവനല്ല. ഈ വാഴ് കേൾക്കാൻ വന്നിരിക്കുന്നവരോട് ചോദിക്കട്ടെ, നിന്റെ ഏതെങ്കിലും ഒരു കൂട്ടുകാരൻ എന്നെങ്കിലും ഒരു ദിവസം നിന്നെ കാണുമ്പോ ഇന്ന് സുബഹി നിസ്കരിച്ചോടാ എന്ന് ചോദിക്കുന്ന ഏത് കൂട്ടുകാരനാ നമുക്കുള്ളത്? പെങ്ങളെ, ഇന്ന് വരെ ഏതെങ്കിലും ഒരു കൂട്ടുകാരി നിന്നോട് ചോദിച്ചിട്ടുണ്ടോ, നീ ഇന്ന് സുബഹി നിസ്കരിച്ചോ, ഇന്ന് ളുഹർ നിസ്കരിച്ചോ, ഇന്ന് അസർ നിസ്കരിച്ചോ, ഇന്ന് വല്ല നല്ല കാര്യവും ചെയ്തോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്തെങ്കിലും നീ പാരായണം ചെയ്തോ? ആരെങ്കിലും നിന്നോട് ഇന്ന് വരെ ചോദിച്ചിട്ടുണ്ടോ? കണ്ണു കുടിക്കാനും പെണ്ണ് പിടിക്കാനും കറങ്ങി നടക്കാനും പൂരപ്പറമ്പിൽ പോകാനും പടച്ചവനെ ഉത്സവങ്ങൾക്ക് പോകാനും ഗാനമേളകൾക്ക് ഇതിനൊക്കെ വിളിച്ചു കൊണ്ടുപോകുന്ന കൂട്ടുകാരുണ്ടോ? എടാ, കൂട്ടുകാരൻ എന്ന് പറഞ്ഞ ആരായിരിക്കണമെന്നറിയുമോ? എന്താണ് ബന്ധമെന്നറിയുമോ? കൂട്ടുകാര് തമ്മിലുള്ള ബന്ധം എന്തെന്നറിയുമോ? മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് റളിയല്ലാഹു തആല അൻഹു, അതാ ഉഹദിന്റെ രണാങ്കണത്തിൽ യുദ്ധം നടക്കുന്നതിന്റെ തലേന്നുണ്ടല്ലോ, പാതിരാത്രി മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് എന്ന് പറയുന്ന കൂട്ടുകാരന്റെ വീട്ടിൽ കടന്നു ചെല്ലുകയാ. രാത്രിയിൽ തന്റെ കൂട്ടുകാരന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു. പടച്ചവനെ, എന്നിട്ട് പറയുന്നു, വാ കൂട്ടുകാരാ, സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹുവിനെ വിളിക്കുകയാണ്. ഗാനമേള കേൾക്കാൻ പോകാറല്ല, പൂരപ്പറമ്പിൽ പോകാറല്ല, കാമുകിയെ കാണാൻ പോകാറല്ല, കള്ളു കുടിക്കാനല്ല, പാതിരാത്രിയിൽ തന്റെ കൂട്ടുകാരെ വിളിച്ചിറക്കിയിട്ട് പറയുന്ന ഉളുവെടുക്കാർ അവിടെ നിന്ന് ഉളുവെടുത്തടോ. എന്നിട്ട് രണ്ടുപേരും കൂടെ പോയിട്ട് മുസല്ല വിരിച്ചിട്ട് നിസ്കരിക്കുകയാണ്. 2 റക്അത്ത് നമസ്കാരം കഴിഞ്ഞപ്പോ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് റളിയല്ലാഹു തആല അൻഹു തന്റെ കൂട്ടുകാരനോട് പറയുകയാണ്, നാളെ നമ്മൾ രണ്ടുപേരും ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് കടന്നു പോവുകയാണ്. നിനക്കെന്താണ് വേണ്ടത്? നിനക്കെന്താണോ വേണ്ടത്? നീ അല്ലാഹുവിനോട് ദുആ ചെയ്യൂ, ഞാൻ ആത്മാർത്ഥമായിട്ട് ആമീൻ പറയാ.
നീ അല്ലാഹുവിനോട് ദുആ ചെയ്ത് നിനക്ക് എന്താണോ വേണ്ടത് നീ അല്ലാഹുവിനോട് ദുആ ചെയ്യ, ഞാൻ ആമീൻ പറയാ. അത് കഴിഞ്ഞ് ഞാൻ ദുആ ചെയ്യാ, നീ ആമീൻ പറയുമോ? രണ്ടുപേരും സമ്മതിക്കുകയാണ്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവേ തന്റെ ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് പടച്ചവനോട് ദുആ ചെയ്യുകയാ. നാദാ, നാളെ ഞാൻ ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് കടന്നു പോകുകയാണ്. പടച്ചവനെ അല്ലാഹുവേ എന്നെക്കാളും ആരോഗ്യമുള്ള ഒരു നല്ല യോദ്ധാവിനെ എനിക്ക് എതിരാളിയായി തരണേ അല്ലാ. എന്നെക്കാളും ശക്തനായ ആരോഗ്യമുള്ള ഒരു എതിരാളി എനിക്ക് തരണം പടച്ചവന്. എനിക്ക് ഉഹദിന്റെ രണാങ്കണത്തിൽ അവനെ പരാജയപ്പെടുത്തണം തമ്പുരാന്, എനിക്ക് അവനെ വധിക്കണം തമ്പുരാന്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു ദുആ ചെയ്യുകയാ. ദുആ ചെയ്ത് കഴിയുമ്പോ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് തങ്ങളെ പറയുകയാണ്, ഞാൻ ദുആ ചെയ്യാ, ഞാൻ ദുആ ചെയ്യാ, നീ എവിടെ ആമീൻ പറയണേ. പടച്ചവനെ എവിടെ ദുആ ചെയ്യുകയാണ്. സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങളുടെ കൺതടങ്ങൾ നിറഞ്ഞിട്ട് ഒഴുകുകയാണ്. അതാ തന്റെ കൂട്ടുകാരൻ പാതിരാത്രിയിൽ ഇരുന്ന് പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് തന്റെ കരങ്ങൾ ഉയർത്തിയിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത് എന്തെന്നറിയുമോ? അല്ലാഹുവേ നാളെ ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് ഞാൻ കടന്നു ചെല്ലുമ്പോ എന്നെക്കാളും ശക്തനായ, എന്നെക്കാളും യോദ്ധാവായ, കരുണയില്ലാത്ത ക്രൂരനായ ഒരു എതിരാളി എനിക്ക് തരണേ അല്ലാ. അവനെന്റെ കൈ വെട്ടി മുറിക്കണം തമ്പുരാന്, അവനെന്റെ കാല് വെട്ടി മുറിക്കണം തമ്പുരാന്. അല്ലാഹുവേ അവനെന്റെ മൂക്ക് മുറിച്ചു മാറ്റണം തമ്പുരാന്. അവനെന്റെ ശരീരം മുഴുവനും തുണ്ടം തുണ്ടമായി വെട്ടി നുറുക്കണം പടച്ചവന്. അവനെന്റെ ചെവി മുറിച്ചിട്ട് കെട്ടി തൂക്കിയിടണേ അല്ലാ. പാതിരാത്രിയിൽ തന്റെ കൂട്ടുകാരനെ വിളിച്ചിറക്കി കൊണ്ടുവന്നിരുത്തിയിട്ട് ദുആ ചെയ്യുകയാണ്. രണ്ടുപേരും സലാം പറഞ്ഞു പിരിഞ്ഞടോ, രണ്ടുപേരും സലാം പറഞ്ഞു പിരിഞ്ഞടോ. പിറ്റേ ദിവസം ഉഹദിന്റെ രണാങ്കണത്തിൽ യുദ്ധം നടക്കുകയാണ്. യുദ്ധം അവസാനിപ്പിക്കുമ്പോ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹുവിന് വല്ലാത്ത സന്തോഷമായി. അല്ലാഹു തന്റെ ദുആ സ്വീകരിച്ചല്ലോ. ഏറ്റവും വലിയ എതിരാളിയാണ് അവിടുന്ന് കീഴ്പ്പെടുത്തിയത്, ഏറ്റവും വലിയ എതിരാളിയാണ് അവിടുന്ന് വധിച്ചു കളഞ്ഞത്. അല്ലാഹു എന്റെ ദുആ സ്വീകരിച്ചല്ലോ. അവിടുന്ന് ചിന്തിക്കുന്നു, അല്ലാ എന്റെ കൂട്ടുകാരനെ വിട്, എന്റെ കൂട്ടുകാരനെ വിട്. ഉഹദിന്റെ രണാങ്കണത്തിലൂടെ സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങൾ ഓടുകയാ. അവിടുന്ന് ഓടുകയാണ്. ആരെ തിരഞ്ഞിട്ടാണെന്നറിയുമോ? തന്റെ ചങ്കിനെ കാണാൻ, തന്റെ ഏറ്റവും അടുത്ത ചങ്ങാതിയെ കാണാൻ ഉഹദിന്റെ രണാങ്കണത്തിലൂടെ ഓടി ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ് രണാങ്കണത്തിന്റെ ഒരു മൂലയിലും മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുകയാണ്. ഓടിച്ചെന്ന് നോക്കുമ്പോ കൈ മുറിച്ചു മാറ്റിയിട്ടുണ്ട്, കാല് മുറിച്ചു മാറ്റിയിട്ടുണ്ട്, മൂക്ക് മുറിച്ചു മാറ്റിയിട്ടുണ്ട്, ശരീരം മുഴുവനും വെട്ടി നുറുക്കിയിട്ടുണ്ട്. തന്റെ ചെവിയാണെങ്കിൽ ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടിരിക്കുകയാ. മരണത്തോട് മല്ലടിക്കുകയാണ്, മരണത്തോട് മല്ലടിക്കുകയാണ്. സഅദ് ഇബ്നു അബീ വഖാസിനോട് പറയുന്നു, സഅദ് എന്റെ ദുആ സ്വീകരിച്ചു, സഅദ് നീ സാക്ഷിയാ, നീ സാക്ഷിയാ. നാളെ പടച്ച റബ്ബിന്റെ കോടതിയിലേക്ക് കടന്നു ചെല്ലുമ്പോ അല്ലാഹു എന്നോട് ചോദിക്കുമ്പോഴെനിക്ക് പറയാൻ പറ്റുമല്ലോ, എന്റെ കയ്യെ നിന്റെ ദീനിന് വേണ്ടി കൊടുത്തു പടച്ചവന്, എന്റെ കണ്ണ് കൊടുത്തു പടച്ചവന്, എന്റെ ശരീരം കൊടുത്തു പടച്ചവന്, എന്റെ ജീവിതം കൊടുത്തു പടച്ചവന്. എനിക്ക് അല്ലാഹുവോട് പറയാമല്ലോ, സഅദ് ഇബ്നു അബീ വഖാസ് എനിക്ക് നീ നാളെ സാക്ഷി പറയണേ.
കൂട്ടുകാരെന്ന് പറഞ്ഞാലിതാ, കൂട്ടുകാരെന്ന് പറഞ്ഞാലതാ, അല്ലാതെ കള്ള് കുടിക്കുന്നവനല്ല, കഞ്ചാവ് വാങ്ങിത്തരുന്നവനല്ല, കുടിക്കടാ വലിക്കടാ എന്ന് പറഞ്ഞ് നിർബന്ധിക്കുന്നവനല്ല, എന്റെ കാമുകിയെ കാണാ വാടാ എന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നവനല്ല. പടച്ചവനെ കുറിച്ച് പറഞ്ഞു തരുന്ന കൂട്ടുകാരനാണ് വേണ്ടത്. എന്റെ ചെറുപ്പക്കാരാ, സ്നേഹിക്കടാ, ആത്മാർത്ഥമായിട്ടൊരു സുഹൃത്തിനെ തെരഞ്ഞെടുക്കൂ. വയത് കേൾക്കാമെന്ന പെങ്ങളെ കണ്ടവനെ പ്രണയിച്ചിട്ട് കാര്യമില്ല. അവനത് തന്നെയാണ് ജോലി, അവനത് തന്നെയാണ് ജോലി. എന്റെ പെങ്ങളോട് പറയുന്നു, ആത്മാർത്ഥമായിട്ട് അല്ലാഹുവിന് വേണ്ടി ഒരു പെണ്ണിനെ നിനക്ക് സ്നേഹിക്കാൻ പറ്റുമോ? ചെറുപ്പക്കാരാ, സ്നേഹിക്കാൻ പറ്റുമോ? സ്നേഹിച്ചാൽ അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഇന്ന മിൻ ഇബാദില്ലാ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് ആദം നബി അലൈഹിസ്സലാം മുതൽ ഈസാ നബി വരെയുള്ള സർവ്വ പ്രവാചകന്മാർ, അതാ ആദം നബിയും നൂഹ് നബിയും ഇബ്രാഹിം നബിയും മൂസാ നബിയും ദാവൂദ് നബിയും യാക്കൂബ് നബിയും യൂനുസ് നബിയും യൂസുഫ് നബിയും ഹാറൂൻ നബിയും അയ്യൂബ് നബിയും സക്കരിയ നബിയും, പടച്ചവനെ ലോകത്ത് കടന്നു വന്ന സർവ്വ പ്രവാചകന്മാർ, അവരുടെ സമുദായം, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അവിടുത്തെ ഉമ്മത്തുണ്ടല്ലോ, എല്ലാവരും നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് നിൽക്കുമ്പോ അല്ലാഹുവിന്റെ ചില അടിമകളെ കൊണ്ടുവരികയാ, അല്ലാഹുവിന്റെ ചില അടിമകളെ കൊണ്ടുവരികയാ. പടച്ചവനെ, അല്ലാഹു അവർക്ക് കൊടുക്കുന്ന അംഗീകാരം കാണുമ്പോ, അല്ലാഹു അവർക്ക് കൊടുക്കുന്ന പദവികൾ കാണുമ്പോ സിംഹാസനം കൊടുക്കുകയാ. പടച്ചവനെ, അല്ലാഹു അവരെ ആദരിക്കുകയാ, അവരെ ബഹുമാനിക്കുകയാ. അല്ലാഹു അവർക്ക് കൊടുക്കുന്ന അനുഗ്രഹത്തെ കുറിച്ച് നബി തങ്ങൾ പറയുകയാ, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് അല്ലാഹുവിന്റെ ചില അടിമകൾക്ക് അല്ലാഹു കൊടുക്കുന്ന പദവിയെ കുറിച്ച്, അല്ലാഹു കൊടുക്കുന്ന സ്ഥാനത്തെ കുറിച്ച്, അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലത്തെ കുറിച്ച് നബി തങ്ങൾ അവിടെ പറഞ്ഞു കൊടുക്കുമ്പോ സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, അത് അമ്പിയാക്കന്മാരാണോ നബിയേ? ആ പ്രതിഫലം അമ്പിയാക്കന്മാർക്കുള്ളതാണോ? അല്ലാഹുവിന്റെ പ്രവാചകൻ നാളെ പരലോകത്ത് അല്ലാഹു ചില അടിമകൾക്ക് കൊടുക്കുന്ന പ്രതിഫലം പറഞ്ഞു കൊടുക്കുമ്പോ നബി തങ്ങളോട് സ്വഹാബത്ത് ചോദിക്കുകയാ, അത് പ്രവാചകന്മാർക്കുള്ള പ്രതിഫലമാണോ? അല്ല സ്വഹാബ. ശുഹദാക്കൾക്കുള്ള പ്രതിഫലമാണോ? അല്ല സ്വഹാബ. പിന്നെ ആർക്കാ നബിയേ? നബി തങ്ങൾ പറയുകയാ, അവർക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം കാണുമ്പോ ശുഹദാക്കൾ കൊതിക്കുകയാ, അമ്പിയാക്കന്മാര് കൊതിക്കുകയാ, അവര് പോലും ആഗ്രഹിക്കും, പടച്ചവനെ, എനിക്കാ പ്രതിഫലം കിട്ടിയിരുന്നെങ്കിൽ, എനിക്കാ പ്രതിഫലം കിട്ടിയിരുന്നെങ്കിൽ എന്നവര് പോലും ആഗ്രഹിക്കുമെന്ന് നബി തങ്ങൾ പറയുമ്പോ സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ, ആരാ നബിയേ? ആ പ്രതിഫലം കിട്ടുന്നത് ആർക്കാ നബിയേ? അവരുടെ മുഖം പ്രകാശിക്കുകയാ, അവരുടെ തലയിൽ കിരീടങ്ങൾ വെക്കുകയാ, അവർക്ക് സിംഹാസനങ്ങൾ കൊടുക്കുകയാ. അവര് വിചാരണയില്ലാത്തവരാ. അവരാരാണെന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഹും ഖൗമുൻ തഹാബൂന ബിറൂഹില്ലാഹ്. അല്ലാഹുവിന് വേണ്ടി സ്നേഹിക്കുന്ന കൂട്ടുകാരുണ്ടല്ലോ, അല്ലാഹുവിന് വേണ്ടി സ്നേഹിക്കുന്ന കൂട്ടുകാരുണ്ടല്ലോ, അവർക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എടോ കൂട്ടുകാർക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമാണ്. അല്ലാഹുവിന് വേണ്ടി സ്നേഹിക്കൂ, അല്ലാഹുവിന് വേണ്ടി വെറുക്കൂ. തെറ്റ് ചെയ്യുന്നവനെ തിരുത്ത് സഹോദരാ. ഒരിക്കലും തെറ്റ് ചെയ്യാൻ സമ്മതിക്കരുത്, കള്ള് കുടിക്കാൻ
സമ്മതിക്കരുത്, വ്യഭിചരിക്കാൻ സമ്മതിക്കരുത്, നിസ്കരിക്കാൻ പള്ളിയിൽ വിളിച്ചു കൊണ്ടുപോകുന്ന ഒരു കൂട്ടുകാരൻ നിനക്ക് വേണ്ടേ? സ്വലാത്തിന്റെ മജ്‌ലിസിലേക്ക് കൊണ്ടുപോകുന്ന, നല്ല കാര്യങ്ങൾ ചെയ്യാൻ കൊണ്ടുപോകുന്ന ഒരു നല്ല കൂട്ടുകാരനാണ് നിനക്ക് വേണ്ടത്. അവനെയാണ് നീ തിരഞ്ഞെടുക്കേണ്ടത്. അല്ലാതെ കണ്ടവനെ കൂട്ടുകാരനാക്കി തിരഞ്ഞെടുത്ത യാ വൈലതാ ലൈതനീ ലം അത്തഖിദ ഫുലാനൻ ഖലീലാ. ഇന്ന് നീ തോളത്ത് കൈയിട്ടുകൊണ്ട് നടക്കുന്ന നിന്റെ ചങ്കുണ്ടല്ലോ, നിന്റെ കരളുണ്ടല്ലോ, ഇവനെ കാണുമ്പോ അല്ലാഹുവിന്റെ പരലോകത്ത് വെച്ച് നീ പറയുകയാ, യാ ലൈതനീ, എന്റെ നാശമേ, എന്റെ നാശമേ, നിന്റെ കൂടെ കൂടിയില്ലായിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെടുമായിരുന്നടാ എന്ന് നാളെ പരലോകത്ത് കടന്ന് ശപിക്കുമെന്ന് ഖുർആൻ പറയുമ്പോ ഈ വഅദ കേൾക്കാമെന്നവരോട് ഞാൻ പറയുകയാണ്, നീ മരിച്ചാ നീ നല്ലവനായിരുന്നു എന്ന് പറയാൻ ഒരു നല്ല കൂട്ടുകാരനെ തിരഞ്ഞെടുക്കണേ ചെറുപ്പക്കാരാ. വാപ്പാ, ഒരു നല്ല കൂട്ടുകാരനെ നീ തിരഞ്ഞെടുക്കണേ. ഉമ്മമാരോട് പറയുകയാ, പെങ്ങന്മാരോട് പറയുകയാ, എന്റെ പെങ്ങളെ നല്ല ഒരു കൂട്ടുകാരിയെ തിരഞ്ഞെടുക്ക്. പെണ്ണേ, പഠിപ്പിച്ചത് കൂട്ടുകാരിയാണ്, നിന്നെ തെറ്റ് ചെയ്യിപ്പിച്ചത് കൂട്ടുകാരിയാണ്, നിന്നെ പ്രണയിക്കാൻ പഠിപ്പിച്ചത് കൂട്ടുകാരിയാണ്, നിന്നെ കറങ്ങാൻ പഠിപ്പിച്ചത് കൂട്ടുകാരിയാണ്. അതാ ട്യൂഷന് പോകുമ്പോ, സ്കൂളിൽ പോകുമ്പോ ഒളിച്ചു പോകാൻ പഠിപ്പിച്ചത് കൂട്ടുകാരിയാണ്. അവളുടെ കൂടെ കൂടല്ലേ. തെറ്റു ചെയ്താൽ അത് തെറ്റാണെന്ന് പറയുന്ന ഒരു കൂട്ടുകാരിയെ തെരഞ്ഞെടുത്തോ. അതുകൊണ്ട് നബിതങ്ങൾ പറയുകയാണ്, നീ മരിച്ചുപോയാ നിനക്ക് സാക്ഷി പറയേണ്ട ഒന്നാമത്തെ ആളാരെന്നറിയുമോ? നിന്റെ ആത്മാർത്ഥ സുഹൃത്താണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ.